കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോളാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ മണിമലയാറിന്റെ തീരത്തെ മനോഹരമായ ഒരു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനവും തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള പഞ്ചായത്താണ്. പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പഞ്ചായത്താണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ വിദ്യാമോൾ എസ് ഉണ്ട് നമ്മളോടൊപ്പം. നമസ്കാരം ശ്രീമതി വിദ്യാമോൾ. നമസ്കാരം. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ മണിമലയാറിന്റെ തീരത്തുള്ള ഒരു പഞ്ചായത്താണ് മല്ലപ്പള്ളി. മഴക്കാലം ഈ പ്രദേശത്തെ സാരമായി ബാധിക്കുന്നുണ്ടോ? ഇതിനെ എങ്ങനെയെല്ലാമാണ് തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ നടത്തിവരുന്നത്? മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ മണിമലയാറിന്റെ തീരത്തുള്ളതാണ്. നമ്മുടെ വാർഡിന്റെ പഞ്ചായത്തിന്റെ നടുഭാഗത്തുകൂടി നദി ഒഴുകുന്ന ഒരു പ്രത്യേകത കൂടി മല്ലപ്പള്ളിക്ക് പഞ്ചായത്തിനുണ്ട്. വെള്ളപ്പൊക്കം കാലാവസ്ഥ ഈ കഴിഞ്ഞ കാലാവസ്ഥയിലാണെങ്കിലും ഭയങ്കരമായ പ്രശ്നങ്ങള് തുപ്പ വെള്ളം കയറാവുന്ന മട്ടിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി മഴക്കാലത്ത് നമുക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു ഭാവം കൂടിയാണ്. ബസ് സ്റ്റാൻഡിനോട് അടുത്താണ് മണിമലയാറ് ഒഴുകുന്നത്. അതുപോലെ കഴിഞ്ഞ 18-ലെ വെള്ളപ്പൊക്കത്തിലാണേലും 22-ലെ വെള്ളപ്പൊക്കമാണേലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിച്ച ഒരു മേഖലയാണ് നമ്മുടെ പഞ്ചായത്തിലെ. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിലെല്ലാം നമ്മൾ കരകയറി വന്ന് കടക്കാർക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം അവരെല്ലാം രക്ഷപ്പെട്ട് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ വാർഡുതല മീറ്റിങ്ങുകളും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർഡിലും കൂടിക്കഴിഞ്ഞു. നമ്മുടെ ആശാപ്രവർത്തകരുടെയും ഹോസ്പിറ്റല് JPH JHD ഒക്കെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം കൂടി അതിനൊരു ടീമിനെ എടുത്തിട്ടുണ്ട്. വാർഡുകളിലെല്ലാം കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. പരിപാടികളെല്ലാം നല്ല രീതിയിലായിട്ട് നടന്നു വരുന്നു. തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതലായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണല്ലോ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് കർഷകർക്കായി കാർഷിക മേഖലയ്ക്കായി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്? നമ്മൾ എല്ലാ വർഷവും കർഷക ദിനത്തിന് കർഷകരെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടി കർഷകനെ നമ്മൾ ആദരിച്ചു വരുന്നുണ്ട്. വരും തലമുറയിലേക്ക് കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടി കർഷകനെ ആദരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ജൈവ കർഷകനെ, എല്ലാവിധ വനിതാ കർഷകരെ എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മള് ഒരു 22 വയസ്സുള്ള 7ാം വാർഡിൽ താമസിക്കുന്ന അരുൺ എന്ന പയ്യന് നമ്മുടെ 1.5 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് വളരെ ഒരു വിജയകരമായ ഒരു വിളവെടുപ്പ് നടത്തിയതായി കഴിഞ്ഞ കാലയളവില്. നല്ല രീതിയിൽ നമ്മുടെ കൃഷികൾ വരുന്നു. അതുപോലെ സമഗ്ര പുരയിട കൃഷി നമ്മൾ പ്രത്യേക പ്രോജക്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് വിള ആരോഗ്യ പരിപാലനം ഒരു ക്ലിനിക്ക് തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ബുധനാഴ്ച ദിവസവും കൃഷിഭവനിൽ നടത്തുന്നുണ്ട്. സൗജന്യമായിട്ട് നമ്മുടെ വിളകൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. കീടനാശിനി മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷിയുടെ രീതിയിൽ സബ്സിഡി നിരക്കിൽ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സബ്സിഡി നിരക്കിൽ നല്ല രീതിയിൽ തന്നെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. കർഷകർക്ക് പിന്നെ പന്നിശല്യം വരുന്നതുകൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. അതിന് ജൈവവേലി സബ്സിഡി നിരക്കിൽ അതിനും നമ്മൾ പ്രോജക്റ്റ് വെച്ച് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായും എന്താണ് ഇവിടുത്തെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്? ഒപ്പം തന്നെ ഈ കർഷകർക്കായി വേണ്ടിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ, ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ ഇവയെല്ലാം വിതരണം ചെയ്യുന്ന പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടോ? നമ്മൾ മൃഗാശുപത്രിയുടെ നേതൃത്വത്തില് നമ്മൾ വനിതകൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് ആടിനെ കൊടുക്കുന്നുണ്ട്, പോത്തുകുട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം സ്ത്രീകളെ സംബന്ധിച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിലാണ് അതിന് പ്രത്യേക പ്രോജക്റ്റ് വെച്ച് ചെയ്യുന്നുണ്ട്.
തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം ഒരു പരിധിയിൽ കൂടുതൽ ഈ പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പന്നിശല്യം എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടുമ്പോൾ പോലും നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളുടെ എല്ലാം നിറവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഒപ്പം തന്നെ ഈ വൃത്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. NABHA പുരസ്കാര നിറവിലാണ് പഞ്ചായത്തുള്ളത്. അത്തരത്തിൽ എന്തൊക്കെ പുരസ്കാര നേട്ടങ്ങൾ, അംഗീകാര നേട്ടത്തിലാണ് പഞ്ചായത്തുള്ളത്? നമ്മൾ വൃത്തി 2025 കോൺക്ലേവിന്റെ നേതൃത്വത്തിൽ നമുക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നമുക്ക് ശുചിത്വ പഞ്ചായത്തിന്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ NABHന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനിയായ മന്ത്രി വീണ ജോർജിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചു. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഒരുക്കുന്നു. നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച ഹരിതകർമ്മസേനക്കാരെ നമ്മൾ ആദരിച്ചു. അവർക്ക് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്? ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷവുമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മാലിന്യം നമുക്ക് വളരെ പ്രശ്നമുള്ളതായിരുന്നു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ താലൂക്ക് ആസ്ഥാനത്തിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ടൗൺ ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയിലൊക്കെ വന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പരിപാടിയാണ് പൊതുജനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി നമ്മൾ ക്യാമറകൾ ടൗണിലും മാർക്കറ്റിലും ഒക്കെ ക്യാമറകൾ സ്ഥാപിച്ചു. ആ ക്യാമറ സ്ഥാപിച്ചത് ഒരു പരിധി വരെ നമുക്ക് മാലിന്യ പ്രശ്നം ഒഴിവാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മികച്ച ഒരു ഹരിതകർമ്മസേന ഒരു നല്ലൊരു ടീം നമുക്ക് ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു ഇലക്ട്രിക് ഓട്ടോയുടെ സൗജന്യമായി തരികയുണ്ടായി. നമ്മുടെ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം MCF കൊണ്ടുവെക്കാനായിട്ട് ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ലഭ്യമായി. അതുപോലെ തന്നെ എല്ലാ വാർഡിലും മിനി MCF വെച്ചിട്ടുണ്ട്. നമുക്കൊരു MCF നമ്മുടെ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഹരിതകർമ്മസേനക്കാരുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരുടെ ആയാലും പൊതുവിലായാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നുണ്ട്. വാർഡുതല ക്ലിനിക്ക്, നമ്മുടെ വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയായിരുന്നു. അതുപോലെ തന്നെ NSS പിള്ളേരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികളെ കൊണ്ടും പൊതുജനങ്ങളെ കൊണ്ടും നമ്മുടെ സംഘടനകളെ കൊണ്ടും ഒക്കെ നമ്മൾ ടൗണുകളും പരിസരങ്ങളും ഒക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയായിരുന്നു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ നമ്മൾ നല്ല രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വീടുകൾക്കും ബയോ കമ്പോസ്റ്റ് ബിൻ കൊടുത്തു. ബോട്ടിൽ ബൂത്തുകളെല്ലാം നമ്മൾ ഇറക്കി സ്ഥാപിച്ചില്ല. നമുക്ക് ഇച്ചിരിയുടെ സാധനങ്ങൾ വരാനുണ്ട്. ബോട്ടിൽ ബൂത്തുകൾ കുറെ സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഉടനടി ബോട്ടിൽ ബൂത്തുകളെല്ലാം സ്ഥാപിക്കും ടൗണുകൾ തോറും. ഇത്രത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അവരുടെ ഈ വാതിൽപ്പടി സേവനങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണല്ലോ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്, അല്ലേ? അതെ. ഹരിതകർമ്മസേനക്കാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇടക്കാലയളവിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. അവിടുന്ന് നമ്മളെ മന്ത്രിയുടെ അവലോകന മീറ്റിങ്ങിലൊക്കെ വിളിച്ചു. മന്ത്രിയായിട്ടൊക്കെ നമ്മൾ സംസാരങ്ങളൊക്കെ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. എൻ്റെ വാർഡ് ടൗൺ ഏരിയ ആയതുകൊണ്ട് ആ ടൗൺ വാർഡിൽ തന്നെ അവർക്ക് 31,000 രൂപ ഒരു മാസം കളക്ഷനാണ് അവർക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ ഒരു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാലിന്യ സംസ്കരണ രംഗത്ത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ലൈഫ് ഭവന പദ്ധതി PMAY പദ്ധതി പ്രകാരം തന്നെ എത്രത്തോളം ആളുകൾക്ക് വീടുകൾ എത്തിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സർക്കാരിന്റെ അപേക്ഷ കൊടുത്തവർക്കും 3/4 പേർക്കും നമ്മൾ ലൈഫ് ഭവന പദ്ധതി വീടുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിദരിദ്രരായിട്ടുള്ള ഒരാൾക്ക് വീടില്ലായിരുന്നു. ആ ആളിന് വീട് കിട്ടി. അവരുടെ സർവ്വ വീടുകളുടെ പണിയും കഴിഞ്ഞ് പഞ്ചായത്ത് നേതൃത്വത്തിന് അതിന്റെ ഉദ്ഘാടന കാര്യങ്ങളും എല്ലാം പാലുകാച്ചും ഒക്കെ നടത്തി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം അവർ അവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അതുപോലെ ലൈഫിന്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
തീർച്ചയായും അർഹതപ്പെട്ട എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മല്ലപ്പള്ളി പഞ്ചായത്തിനെ കൊണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കുടിവെള്ളം എത്രത്തോളം മഴക്കാലത്താണെങ്കിൽ പോലും തന്നെ ശുദ്ധജലം എത്തിക്കാൻ പഞ്ചായത്തിന് ആകുന്നുണ്ടോ? വേനൽക്കാലത്താണ് പ്രധാനമായും ഈ കുടിവെള്ളത്തിന് ഒരു ക്ഷാമം വരുന്ന ഒരു പ്രധാനമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അത്തരത്തിൽ ഈ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം ശുദ്ധജലം എത്തിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ഒപ്പം തന്നെ പൊതുജലാശയ സംരക്ഷണം എല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമുക്ക് കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴയായാലും വെള്ളപ്രശ്നമാണ്, വേനലായാലും വെള്ളപ്രശ്നമാണ്. രണ്ടിലും നമുക്ക് വെള്ളപ്രശ്നം നേരിടുന്ന ഒരു പഞ്ചായത്താണ് മല്ലപ്പള്ളി പഞ്ചായത്ത്. എന്നിരുന്നാൽ തന്നെയും മഴക്കാലത്ത് നമുക്ക് വെള്ളപ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ജൽജീവന്റെ നേതൃത്വത്തിൽ നമ്മുടെ 95% നമ്മുടെ വീടുകൾക്ക് പൈപ്പ് ലൈൻ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ശുദ്ധമായ വെള്ളം തന്നെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പൂർണ്ണമായ വിശ്വാസം. അതുപോലെ വേനൽക്കാലത്താണെങ്കിലും നമ്മൾ കുടിവെള്ളം ഇറക്കാനായിട്ട് GPS അടിച്ച വണ്ടി വരെ നമ്മൾ തയ്യാറാക്കി വെച്ചായിരുന്നു. അതിനു മുമ്പേ നമ്മുടെ ഈ പ്രാവശ്യം കാലവർഷം എത്തിയോണ്ട് ഈ പ്രാവശ്യം നമുക്ക് വെള്ളം ഇറക്കേണ്ട ഇത് വന്നില്ല. നമ്മൾ വെള്ളം വേനൽക്കാലത്ത് കൊടുക്കാനായിട്ട് പഞ്ചായത്ത് അതിനുവേണ്ടി പ്രത്യേക പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ഗ്രാമീണ റോഡുകളും നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗം റോഡുകളുടെയും വർക്കുകൾ കഴിഞ്ഞ മാർച്ച് 31 തീർന്നിട്ടുണ്ട്. ഇനിയും കുറെ വർക്കുകൾ തീരാനുണ്ട്. അത് സ്പിൽ ഓവർ ആക്കി DPC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആ വർക്കുകളും നമ്മളിപ്പോൾ DPC അംഗീകാരം കഴിഞ്ഞ ആഴ്ച കിട്ടിയതേ ഉള്ളൂ. വെറ്റ് ചെയ്ത് വന്ന ഉടനെ അടുത്ത വർക്കുകളെല്ലാം തീർക്കും. നമ്മൾ ഈ ഭരണസമിതിയുടെ കാലയളവ് കഴിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എടുത്തു വെച്ച വർക്കുകളെല്ലാം തീർക്കണമെന്നാണ് ഭരണസമിതിയുടെ ആഗ്രഹം. ആ വർക്ക് എല്ലാം തീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ. തീർച്ചയായും സമ്പൂർണ്ണ വൈദ്യുതീകരണം അടക്കം തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കുകയും അത് പ്രകാശപൂരിതമാക്കാനും പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണല്ലേ? അതെ, നമുക്ക് MPയുടെ ഫണ്ടിൽ നിന്ന് ഹൈമാക്സ് ലൈറ്റും മിനിമാക്സ് ലൈറ്റും കിട്ടിയിട്ടുണ്ട്. പല വാർഡുകളിലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ടൗൺ സ്ഥലങ്ങളിലൊക്കെ മിനിമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിവിളക്കുകളും നമ്മൾ കത്തിക്കുന്നുണ്ട്. 2 ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഇലക്ട്രീഷ്യന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ വഴിവിളക്കുകളെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും പഞ്ചായത്തിലേക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്തെ മികച്ച നേട്ടങ്ങൾ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ NABH പുരസ്കാരമടക്കം ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ആരോഗ്യരംഗത്തെ നിലവിലെ പ്രവർത്തനങ്ങൾ മാറ്റങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചു വരുന്നത്? ആരോഗ്യരംഗത്ത് പറഞ്ഞാൽ നമുക്ക് 3 ഹോസ്പിറ്റലുണ്ട്. ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട് അലോപ്പതിയുടെ, ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ഒരു ഹോമിയോ ആശുപത്രിയുണ്ട്. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നല്ലൊരു പാലിയേറ്റീവ് പരിചരണ വിഭാഗം നടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യായ ശ്രീ MP ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഒരു ആംബുലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണം നടത്താനായിട്ട് നമ്മുടെ വീടുകളിലെല്ലാം ആ വാഹനത്തിലാണ് നമ്മുടെ പാലിയേറ്റീവ് നേഴ്സ് പോകുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചാണ് പാലിയേറ്റീവ് നേഴ്സിനെയും ഡ്രൈവറെയും വെച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാ വീടുകളിലും മാസത്തിൽ പോവുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഡയപ്രം പോലുള്ളതും മരുന്നുകള്, നടക്കാൻ മേലാത്തവർക്ക് വീൽ ചെയർ, കട്ടില്, അങ്ങനെയുള്ള സാധനങ്ങൾ, ബെഡ് സഹിതം നമ്മൾ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് നൽകുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചു ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും. വേണ്ടി പിന്നെ അടുത്ത ആൾക്ക് കൊടുത്ത് അങ്ങനെ നല്ലൊരു പാലിയേറ്റീവ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ക്യാൻസറിന്റെ പ്രത്യേക സ്ക്രീനിങ് നടത്തുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലും ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നു. നല്ലൊരു അംഗൻവാടി കേന്ദ്രീകരിച്ച് നല്ലൊരു യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. വയോജനങ്ങൾക്ക് യോഗ ക്ലാസ് പ്രത്യേകം നടത്തുന്നുണ്ട്. കൗമാര കുട്ടികൾക്ക് യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ആയുർവേദ ആശുപത്രിയിലെ നേതൃത്വത്തിലാണ് യോഗ ക്ലാസ്സുകൾ നമുക്കിവിടെ നടന്നു വരുന്നത്. മെഡിക്കൽ ക്യാമ്പ് അലോപ്പതിയുടെ നേതൃത്വത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഈ നമ്മുടെ ഷുഗർ, പ്രഷർ പോലെയുള്ള രോഗങ്ങളൊക്കെ നോക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് താലൂക്ക് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നല്ലൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിക്ക് NABHന്റെ അംഗീകാരം കിട്ടി. അതും കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അംഗീകാരം വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ നല്ല സൗജന്യമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന്.
നമുക്ക് പുകയ്ക്കാനുള്ളതാണേലും കൊതുകുകളെ ഓടിക്കാനുള്ള മരുന്നുകളാണേലും വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ള മരുന്നുകളൊക്കെ നമ്മുടെ ആയുർവേദത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രീമതി വിദ്യമോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പങ്കുവച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചൊരു മഴക്കാലമായതിനാൽ തന്നെ ജലജന്യ രോഗങ്ങളെല്ലാം തന്നെ ജലജന്യ രോഗങ്ങൾക്കെതിരെ പോരാടേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. അത്തരത്തിൽ ഈ ആശാവർക്കർമാരുടെ എല്ലാം തന്നെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലാണ് ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സർവേകളെല്ലാം തന്നെ ആരംഭിച്ചോ? അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടാകും അല്ലേ? അതെ, കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മീറ്റിംഗ് പഞ്ചായത്ത് തലത്തിൽ കൂടി. അത് കഴിഞ്ഞ് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശമാരുടെ നേതൃത്വത്തിലാണ് നമ്മൾ സർവേ നടത്തുന്നത്. ഈ ജലജന്യ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല 14 വാർഡിലും ആശാ പ്രവർത്തകരുണ്ട്. അവരെല്ലാം ദിവസവും ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫീൽഡ് വിസിറ്റ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ കോവിഡ് ഇപ്പം വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. 1-2 കേസുകളൊക്കെ വന്നാലും ആശമാരത് കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നമ്മൾ മാസത്തിലൊരിക്കൽ അവലോകന മീറ്റിംഗ് വിളിക്കാറുണ്ട്. ആശമാരെ വിളിച്ച് നമ്മൾ നടത്താറുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും ഈ സർവേയിൽ പങ്കെടുക്കുന്നുണ്ട്, സർവേ ചെയ്യുന്നുണ്ട്. അത് ക്ലോറിനേഷനൊക്കെ ആശമാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങളിലും ആശമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്നു വരുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇനി വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെ കുറിച്ചാണ്. വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പുതിയ പുതിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് സ്കൂളുകൾ, അംഗനവാടികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മലപ്പള്ളി ഗ്രാമത്തിനെ സംബന്ധിച്ച് പറഞ്ഞാലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് BA-ക്കാരുടെ നാട് എന്നാണ് മലപ്പള്ളിയെ അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ നമുക്ക് 17 സ്കൂളുണ്ട്. IHRD ഉൾപ്പെടെ +2 ഉൾപ്പെടെയുള്ള ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 2 സ്കൂളുകളുണ്ട്. നല്ല വിദ്യാഭ്യാസങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. 100% വിജയമാണ് IHRD സ്കൂളിലും CMS ഹയർ സെക്കൻഡറി സ്കൂളിലും നമുക്ക് നേടാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും കൂടുതൽ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്യാറുണ്ട്. SC കുട്ടികൾക്കാണെങ്കിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. അതൊക്കെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. പഞ്ചായത്തിലെ CMS സ്കൂളുമായിട്ട് നല്ല ഒരു സഹകരണം നടത്തുന്നുണ്ട്. എല്ലാ 3 മാസം കൂടുന്ന നമ്മളിവിടെ PEC മീറ്റിംഗ് വിളിക്കാറുണ്ട്. എല്ലാ പ്രഥമ അധ്യാപകരെയും കൂട്ടി സ്കൂൾ തുറക്കുന്നതിന് മുമ്പെയുള്ള മുന്നൊരുക്കങ്ങൾക്കായിട്ട് മീറ്റിംഗ് വിളിച്ചിരുന്നു. അതുപോലെ പ്രവേശനോത്സവം സ്കൂൾ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഗവൺമെന്റ് UP സ്കൂൾ പരിയാര സ്കൂളിലാണ് നടത്തിയത്. അതിലെല്ലാം മെമ്പർമാരും പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമമാണ് മല്ലപ്പള്ളി. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടി 19 അംഗൻവാടി ആണ് നമുക്കുള്ളത്. അംഗൻവാടിയുടെ നേതൃത്വത്തിൽ നമ്മൾ കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നു. സ്വന്തമായിട്ട് നമുക്ക് 15 അംഗൻവാടി ഉണ്ട്. 4 നമ്മൾ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് സ്ഥലം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പാണ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം വാങ്ങാനുള്ള പ്രത്യേക പ്രോജക്റ്റും ഈ പ്രാവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയാൽ നമ്മൾ ആ സ്ഥലം വാങ്ങിക്കൊടുക്കുന്നതാണ്. അംഗൻവാടി തലത്തിൽ എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. മോഡൽ അംഗൻവാടിയുണ്ട്, ചായം പദ്ധതിപ്പെട്ട അംഗൻവാടികളുണ്ട്. എല്ലാ സൗകര്യത്തോടും കൂടിയാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ആ അംഗൻവാടി വെച്ച് തന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്, യോഗ പരിശീലനം നടത്താറുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പാലൂട്ടുന്ന അമ്മമാർക്ക്, കൗമാര പിള്ളേർക്ക്, പ്രഗ്നന്റിന് എല്ലാവർക്കും നമ്മൾ പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ അനുഗ്രഹ ന്യൂട്രിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെ നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 2015 ആരംഭിച്ചതാണ് ന്യൂട്രിമിറ്റ്സ്. മല്ലപ്പള്ളി പഞ്ചായത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമുക്ക് ഇവർക്കുള്ള പോഷകാഹാരങ്ങൾ എത്തിച്ചു നൽകുന്നത്. അംഗൻവാടി ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് നമ്മൾ സഹായ ഉപകരണങ്ങൾ CDS സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നല്ല പ്രായമുള്ളവരെ ഉൾപ്പെടെ അവർക്ക് ആവശ്യമുള്ള സഹായ ഉപകരണങ്ങൾ എന്താണെന്ന്
കണ്ടെത്തി ഈ പ്രാവശ്യം അവർക്ക് നല്ല സഹായ ഉപകരണങ്ങളാണ് നമുക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യാൻ സാധിച്ചത്. അത് ആ കുടുംബങ്ങൾക്ക് വലിയൊരു താങ്ങായിട്ടാണെന്നാണ് ആൾക്കാർ നമ്മളെ അറിയിച്ചത്. അതുകൊണ്ട് നമ്മൾ സഹായ ഉപകരണങ്ങളെല്ലാം വിതരണം ചെയ്തു. അവർക്ക് യഥാസമയം സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ കലോത്സവങ്ങൾ നടത്തുന്നുണ്ട്. ചിമിര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ICDSന്റെ നേതൃത്വത്തിൽ നല്ല കലോത്സവങ്ങൾ നടത്തുന്നുണ്ട്. ICDSന്റെ നേതൃത്വത്തിൽ വിഭിന്നശേഷി കുട്ടികളുടെ പരിപാടികൾ നടത്തുന്നുണ്ട്. അവർക്ക് അതിന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ വിഭിന്ന തരത്തിലുള്ള ഭിന്നശേഷിയാണ് അതുങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കലാവാസനകളെ പുറത്തു കൊണ്ടുവരാൻ ഈ കലോത്സവം കൊണ്ട് നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ വിഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി വരുന്നുണ്ട്. ICDSന്റെ നേതൃത്വത്തിൽ ICDS സൂപ്പർവൈസറാണ് ഇത് നടത്തുന്നത്. ICDSന്റെ നേതൃത്വത്തിൽ നമുക്ക് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താനായിട്ട് ജാഗ്രതാ സമിതി നടത്തുന്നുണ്ട്. ജാഗ്രതാ സമിതി ഫെസിലേറ്ററെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് പഞ്ചായത്താണ് പ്രോജക്റ്റ് വെച്ച് ശമ്പളം കൊടുക്കുന്നത്. ഫെസിലേറ്റർ എല്ലാ അംഗൻവാടികളിലും സ്കൂളുകളിലും പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്സൈസിന്റെ നേതൃത്വത്തിൽ നമുക്ക് ലഹരി വിമുക്ത പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. സ്കൂൾ തലത്തിലും അല്ലാതെയും മാരത്തോൺ പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എക്സൈസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ലഹരി ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കട്ടെ പഞ്ചായത്തിനെ ഇന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ളത് നിർബന്ധമാണ്. അത്തരത്തിൽ പഞ്ചായത്തിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി വിദ്യാർത്ഥികളെ യുവാക്കളെ എല്ലാം തന്നെ ഒന്നിപ്പിക്കുന്നതിനായി അവരുടെ കായിക രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് തരത്തിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വോളിബോളിന്റെ ഈറ്റില്ലം എന്ന് അറിയപ്പെടുന്നുണ്ട് മല്ലപ്പള്ളി എന്ന ഗ്രാമം. വോളിബോളിന്റെ ചുക്കാൻ പിടിച്ച ഒരു നാടാണ് മല്ലപ്പള്ളിയെ. നമുക്ക് ഒരു സ്റ്റേഡിയം ഉണ്ട്, കീഴ്വായ്പൂരാണ് ആ സ്റ്റേഡിയം. അവിടെ ഹാൻഡ്ബോൾ പരിശീലനം നടക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, പബ്ലിക് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അവിടെ നമ്മുടെ കായിക അധ്യാപകര് ഉണ്ട്. ആ കായിക അധ്യാപകര് പിള്ളേർക്ക് പരിശീലനം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ പരിശീലനം പോരും 1.5 മാസക്കാലത്തോളം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന്റെ സമാപന സമ്മേളനം ഉണ്ടായിരുന്നു. അതിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂൾ, UP സ്കൂള്, ഗവൺമെന്റ് സ്കൂൾ പരിയാരം, ആ സ്കൂളിലാണ് ഒരു കായിക അധ്യാപകനുണ്ട്. ആ അധ്യാപകന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിലും നമുക്ക് കായിക പരിശീലനം നടന്നു വരുന്നുണ്ട്. നമുക്ക് കളിസ്ഥലമായിട്ട് പബ്ലിക് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, കീഴ്വായ്പൂര് സ്റ്റേഡിയം ഉണ്ട്. 2 സ്റ്റേഡിയങ്ങളിൽ ഹാൻഡ്ബോളും ബാക്കിയുള്ള സ്പോർട്സ് ഐറ്റംസ് എല്ലാം അവിടെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ നമ്മൾ കേരളോത്സവം സംഘടിപ്പിക്കാറുണ്ട്. 18 വയസ്സിനും മുകളിലോട്ടുള്ളവർക്ക് കേരളോത്സവത്തില് നല്ല രീതിയിൽ പരിപാടികൾ നടത്തി സ്പോർട്സ് തരത്തിലുള്ള എല്ലാ പരിപാടികളും നമ്മൾ CMS ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സ്ത്രീകൾക്കായിട്ട് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് ഈ കുടുംബശ്രീയും തൊഴിലുറപ്പ് എന്നിവരെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമ്മള് കുടുംബശ്രീ ഇവിടെ പ്രവർത്തനമുണ്ട്. CDS ചെയർപേഴ്സണും അക്കൗണ്ടന്റുമായിട്ട് പഞ്ചായത്തിൽ തന്നെ ഒരു ഓഫീസ് അവർക്കുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ 150ഓളം കുടുംബശ്രീ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് നമ്മൾ ലോണുകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. അവർ സ്വയം തൊഴിലുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്ത കടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വയം സഹായം ചെയ്യുന്നവരോടൊപ്പം അവർക്ക് സ്വയം തൊഴിലിന് നമ്മൾ ലോണുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് പ്രോജക്റ്റ് വെച്ച് മെൻസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പിലെ അംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരുന്നുണ്ട്. ഹരിതകർമ്മസേനക്കാർക്കും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. യൂണിഫോം, തൊപ്പിയെ, വാട്ടർ ബോട്ടില്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കും ചെയ്തു വരുന്നുണ്ട്. തൊഴിലുറപ്പിന്റെ ഓഫീസും പഞ്ചായത്തിൽ തന്നെ ഉള്ളിലാണ് തൊഴിലുറപ്പിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ധാരാളം സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഡ്രൈവിംഗ് പഠിച്ചവർക്ക് ഓട്ടോ മേടിക്കാനായിട്ട് നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കോഴിയെ വളർത്തലിനെ വെച്ചിട്ടുണ്ട്. മുറ്റത്തൊരു മീൻതോട്ടം, അതും വനിതകൾക്കുള്ള ഒരു പദ്ധതിയാണ്. മുറ്റത്തൊരു മീൻതോട്ടം അലങ്കാര മത്സ്യങ്ങളെ വളർത്താനായിട്ട് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതെല്ലാം സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രം വെച്ചിരിക്കുന്നതാണ് നമ്മള്. മുറ്റത്തെ പൂന്തോട്ടത്തിന് പകരം മുറ്റത്ത് മീൻതോട്ടം വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്ത് ഇന്ന് പ്രധാനമായും നമ്മൾ നേരിടുന്നത് ഒരു ലഹരി മാഫിയ നമ്മളെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ സ്കൂളുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ എത്തരത്തിലാണ് അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത്? നമ്മൾ എക്സൈസിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിരിക്കുന്നത്. ഞാൻ സ്വല്പം മുമ്പ് പറഞ്ഞിരുന്നു, എക്സൈസിന്റെ നേതൃത്വത്തിൽ മാരത്തോൺ പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. എക്സൈസുകാര് നമ്മുടെ നല്ല രീതിയിൽ അവരുടെ സഹകരണം, നമുക്ക് സേവനം ലഭ്യമാകുന്നുണ്ട്. ഓരോ പ്രദേശങ്ങളിലും നമ്മള് ഇവരെ കുട്ടികളിലൊക്കെ ആണെങ്കിലും ഇത് തടയാനുള്ള ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ ക്യാമറ വെച്ചത് അതിനും കൂടെ കൂടിയാണ് ഈ ശല്യക്കാരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അതായത് ലഹരിക്ക് അടിമപ്പെട്ടതും അവിടെ ഇവിടെയൊക്കെ നിന്ന് വിൽപ്പന നടത്തുന്നവരെയൊക്കെ നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്നുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. സ്കൂളുകൾ തോറും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. എല്ലാ സ്കൂളുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഓരോ വാർഡുകൾ തലത്തിലും നടത്തുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നടത്തി, അതിനുശേഷം നമ്മൾ വാർഡ് തലത്തിലും നടത്തുന്നുണ്ട്. എക്സൈസിന്റെ സേവനത്തോടെയാണ് ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ നടത്തി വരുന്നത്. എക്സൈസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നമുക്ക് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇതുപോലെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഭാവിയിലേക്ക് നമുക്ക് 180 വർഷത്തോളം പഴക്കമുള്ള ഒരു പബ്ലിക് ശ്രീകൃഷ്ണവിലാസ മാർക്കറ്റ് നമുക്കിവിടെ ഉണ്ട്. അതിപ്പോ ജീർണ അവസ്ഥയിലാണ്. ആ മാർക്കറ്റ് നമുക്ക് ഒരു 1.5 കോടിയുടെ പ്രോജക്റ്റ് വെച്ച് DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് നമ്മൾ ലോൺ എടുത്ത് അത് ചെയ്യാനായിട്ടാണ്. ഈ ഭരണസമിതിയുടെ ചിരകാല ഒരു അഭിലാഷമാണ് അത്. നമ്മളെ ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പേ അതൊന്ന് തുടങ്ങിയെങ്കിലും വെക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ബസ് സ്റ്റാൻഡിലില്ലായിരുന്നു. ആ ടോയ്ലറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനികമായ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് അവിടെ പണിയുന്നത്. അതിനകത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള കഫേയും അതുപോലെ ഫീഡിംഗ് റൂം എല്ലാം ഉൾപ്പെടുത്തി, വിശ്രമമുറി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ് അവിടെ പണിയുന്നത്. അതിന്റെ ഉദ്ഘാടനം, പണി പൂർത്തീകരിക്കുന്നത് സെപ്റ്റംബർ 30 പണി പൂർത്തീകരിച്ച് തരുമെന്നാണ് ഹാബിറ്റാറ്റുകാർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഇല്ല, ഒരു മീൻമുട്ടിപ്പാറയുണ്ട്. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉള്ള ഒരു സ്ഥലമാണ്. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ഭരണസമിതിയുടെ ശ്രദ്ധയിലുണ്ട്. അതും എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങി വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സമഗ്ര മേഖലയിലും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി വിദ്യാമോൾ. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.